യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള നിമിഷപ്രിയയുടെ കേസിൽ ഒരു ചെറിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മാസമായിട്ട് നിമിഷപ്രിയയുടെ അമ്മ ആ ഒരു ഫാമിലിയുമായി സംസാരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിലേറെ ഇടനിലക്കാരനുണ്ട്. ആ ഒരു ഇടനിലക്കാരൻ അറിയിച്ച ഒരു വല്ലാത്തൊരു കാര്യമുണ്ട്. അതൊരു വല്ലാത്ത കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ ഒരു മെഷീൻ ഗണ്ണ് വാങ്ങാനുള്ള പണം, അതുപോലെ ഒരു ലാൻഡ് റോവർ വാങ്ങാൻ ഏകദേശം 38 ലക്ഷം രൂപ തരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം സംസാരിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിമിഷപ്രിയയുടെ ഒരു കേസ് ശരിക്കും മലയാളികൾ ഒരു 90% ആളുകളും അവർ ആ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ക്രൂരതയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു ഗോത്ര ടീമാണ്. ഈ നായാട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, സാൻഡ് റൈസ് ഒക്കെ ചെയ്യുന്ന, അത്യാവശ്യം പണം ദൂർത്ത് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പൊ അവരോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് 38 ലക്ഷം രൂപ അപ്പൊ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ആ വാർത്ത ഒന്ന് വായിച്ചു തരാം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചന ശ്രമം പ്രതിസന്ധിയിൽ. പ്രാരംഭ ചർച്ചകൾക്കായുള്ള സമാന്തര ധനസമാഹരണവുമായി സഹകരിക്കില്ല എന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതികരിച്ചു. അതായത് ആ ഫണ്ട് ചോദിച്ചുകൊണ്ടാണ്. ചാരിറ്റിയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പ് ആകരുത് പ്രാരംഭ ചർച്ചകൾക്കായുള്ള ധനസമാഹരണം. ഗോത്രതലവന് മെഷീൻ ഗണ്ണും ലാൻഡ് റോവറും നൽകാൻ 38 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണെന്നും ആക്ഷൻ കൗൺസിലിൽ ഒരു വിഭാഗം വിമർശനം. ശരിയാണ്, നമ്മൾ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത, ഇനിയിപ്പോൾ ഈ യമനിലെ നിയമങ്ങൾ ഒരു പക്ഷേ സൗദിയിലെ പോലെ അല്ലെങ്കിലോ നമുക്കറിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഈ ഒരു കേസും കാര്യങ്ങളും അവരുടെ കോടതി വിചാരണയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അറബ് നാടാണെന്ന് വിചാരിച്ച് എല്ലാ നാടും അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പൊ സൗദി അറേബ്യയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് അവർ ഒരിക്കലും അനുവദിക്കാത്തൊരു സാധനമാണ് ശിരോവസ്ത്രം പോലും ഇടാതെ നടക്കാൻ പാടില്ല എന്നുള്ളത്. മാറ്റം വന്നു. ഇപ്പൊ അവിടെ ഒരു ബിക്കിനി ഫാഷൻ ഷോ വരെ നടന്നു എന്നുള്ള, അതായത് ആ ഒരു വീഡിയോ ഇപ്പോൾ 2 ദിവസമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഒഫീഷ്യലായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് നുണയല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ സൗദിയിൽ മാറ്റങ്ങളുണ്ട്. പക്ഷെ യമനിലെ അവസ്ഥ നമുക്കറിയില്ല. ഇന്ത്യയുമായിട്ട് വലിയ ധാരണയുള്ള ഒരു രാജ്യമൊന്നല്ല യമന്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസി മുന്നേ തന്നെ ഈ ഒരു കേസിൽ നമ്മുടെ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചു. അപ്പൊ അവർ പറയുന്നത് യമനുമായിട്ട് അങ്ങനെ ഒരു ടേംസിലല്ല ഇന്ത്യ. അതുകൂടാതെ ഇവർ ചെയ്ത കുറ്റകൃത്യം അത് അവർ സമ്മതിക്കുക പോലും ചെയ്തിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ എംബസി ഒരു തവണ അത് ഒഴിവായി. ഇപ്പൊ നമ്മളൊരു 36 കോടിയോളം നമ്മൾ സമാഹരിച്ചപ്പോ ഈ ഒരു കേസ് വീണ്ടും ആളുകൾ ചർച്ച ചെയ്യുന്നു. വീണ്ടും ഈ ഒരു കാര്യമായി മുന്നോട്ട് പോയതാണ്. എന്തായാലും ആ വാർത്ത ഒന്ന് വായിക്കാം. നിമിഷപ്രിയയുടെ മോചനം ലക്ഷ്യമിട്ട് അമ്മ പ്രേമകുമാരി സംഘവും യമനിലെത്തിയിട്ട് 1 മാസമായി. എന്നാൽ ഇതുവരെ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ ഗോത്ര തലവനെയോ കുടുംബത്തെയോ കാണാനോ ചർച്ച നടത്താനോ കഴിഞ്ഞിട്ടില്ല. തലാൽ അബ്ദുൽ മഹദിയുടെ ഗോത്ര തലവനുമായി പ്രാരംഭ ചർച്ച നടത്താൻ 38 ലക്ഷം രൂപ വേണമെന്നാണ് പ്രേമകുമാരിക്കൊപ്പമുള്ള ആക്ഷൻ കൗൺസിൽ അംഗം സ്വാമുവൽ ജെറോം അറിയിച്ചത്. ഇത് ഒറിജിനൽ ആയിട്ട് അവർ ആവശ്യപ്പെട്ടതെന്നൊന്നും അറിയില്ല. കാരണം ഇങ്ങനെ ഒരാളുകൾ ഇടനിലക്കാരായിട്ട് നിൽക്കുന്നുണ്ട്. പ്രാരംഭ ചർച്ചയ്ക്കായി പോകുമ്പോൾ സമ്മാനിക്കാനുള്ള മെഷീൻ ഗണ്ണും ലാൻഡ് റോവർ കാറും നൽകുന്നതിനാണ് 38 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. 38 ലക്ഷം രൂപ നൽകിയാലും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ എന്ന് ഉറപ്പു നൽകാൻ മധ്യസ്ഥർക്ക് കഴിയുന്നില്ലെന്നാണ് ആക്ഷൻ കൗൺസിലിലെ ഒരു വിഭാഗം വിമർശനം. ശരിയാണ്, നമ്മൾ ഈ ഒരു 38 ലക്ഷം രൂപ കൊടുക്കുന്നത് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. സംസാരിച്ച് ആ പൈസയും വാങ്ങിയിട്ടാ നടക്കൂലട്ടാ, അങ്ങനെയാണ് കേട്ടാ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാ. അപ്പൊ ലക്ഷ്മിപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുമ്പോഴും തടസ്സങ്ങളാണ്. ആദ്യം കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ എതിർത്തു. അതുകൂടാതെ ഇന്ത്യൻ എംബസി അവർ മുന്നേ തന്നെ എന്തൊരു മോചനദ്രവ്യത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നു. വ്യക്തതയില്ല. ഇത് മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവിടെയുള്ള കോടതിയുടെ പേപ്പർ നോട്ടീസ് അങ്ങനെയുള്ള ഒന്നും തന്നെ ഇത്രയും കാലമായിട്ട് ഇതുവരെയായിട്ട് നമുക്കൊന്നും കിട്ടില്ല. ഇപ്പൊ റഹീമിന്റെ കാര്യത്തിൽ പോലും അത് ആവശ്യപ്പെട്ടുകൊണ്ട് പല ആളുകൾ രംഗത്ത് വരുന്നു. എന്താണ് അവിടെ നിന്നുള്ള ആ ഒരു കോടതി വിധിയുടെ പകർപ്പ് ഒരു ന്യൂസ് ചാനലിലും കാണിക്കുന്നില്ല. അതുപോലെ നിമിഷപ്രിയയുടെ കേസിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കത് കണ്ടെത്താനോ അത് ഉണ്ടാക്കിയെടുക്കാനോ കുറച്ച് പ്രയാസമുണ്ട്. യമനാണ് രാജ്യം. ഈ സാഹചര്യത്തിൽ വ്യക്തികളിൽ നിന്ന് സമാഹരിച്ച പണം കൈമാറാൻ കഴിയില്ല. നമ്മളെ 34 കോടി രൂപ സമാഹരിച്ച പോലെ ഇതൊന്നും കണ്ടെത്താൻ ആളുകൾ സഹായിക്കില്ല എന്നുള്ളതാണ്. പ്രാരംഭ ചർച്ചകൾക്കായി മെഷീൻ ഗണ്ണും ലാൻഡ് റോവറും ഗോത്ര തലവന് നൽകണമെന്ന ആവശ്യം കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. ബ്ലഡ് മണിയിൽ ഇതര അറബ് രാജ്യങ്ങളിലേതിന് സമാനമാണ് രാജ്യത്തെയും നിയമമെന്നാണ് ഇതര വിദേശ രാജ്യങ്ങളിലെ യമനി സമൂഹം ആക്ഷൻ കൗൺസിൽ അംഗങ്ങളോട് വ്യക്തമായി ആ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതായത് അറബ് രാജ്യം എല്ലാ രാജ്യം ഏകദേശം നിയമങ്ങൾ ഒരേപോലെ എന്നാണ്. നിമിഷപ്രിയയുടെ മോചനം ഉറപ്പാക്കാതെ പണം കൈമാറാനാകില്ല. ചാരിറ്റിയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പ് ആകരുത് പ്രാരംഭ ചർച്ചകൾക്കായുള്ള ധനസമാഹരണം. നിമിഷപ്രിയയുടെ മോചനത്തിന് ശ്രമങ്ങൾ തുടരുന്നുമെന്ന് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫണ്ട് 36-38 ലക്ഷം രൂപയൊക്കെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി മാത്രം
അവരാവശ്യപ്പെടുന്നുവെങ്കിൽ ചിലപ്പോൾ ഇതിൽ ഇടനിലക്കാരനായി നിൽക്കുന്ന ആളുകളെ നമുക്ക് ഒന്ന് നോക്കേണ്ടി വരും. ഇങ്ങനെ പണം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഇതിന്റെ മുകളിലാണല്ലോ നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ റഹീമിന്റെ കേസിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഇല്ല. ഈ ഫണ്ട് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ചെലവഴിക്കുക എന്ന് നമുക്ക് വ്യക്തതയില്ല. അപ്പൊ നിമിഷപ്രിയയുടെ കേസിൽ ഒരുപക്ഷെ മലയാളിയിൽ സഹായിക്കാൻ സാധ്യത കുറവാണ്. സഹായിക്കുന്നവരുണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ കേസിന്റെ ആ ഒരു ഗൗരവം അത്രത്തോളം. അപ്പൊ ഞാൻ ആ ഒരു കേസിന്റെ കാര്യം ഞാൻ ആ കേസ് എന്താണെന്നൊന്നും പറയുന്നില്ല. കാരണം അത് കേട്ട് മലയാളികൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കേസാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇത്ര 38 ലക്ഷം രൂപ സമാഹരിക്കാൻ അവർ വരികയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താവും എന്നൊന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ഇങ്ങനെയുള്ള ഒരു ഗോത്ര തലവൻ ഈ ഒരു ഡിമാൻഡ് വെച്ചു എന്ന് കേൾക്കുമ്പോൾ അതിൽ നമുക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഇന്ത്യൻ എംബസിയുടെ മുഖാന്തരം കൃത്യമായി അന്വേഷിക്കുകയും അത് ഇന്ത്യയിലെ മീഡിയാസിന് കൃത്യമായി തെളിവുകൾ സഹിതം ഇനി മുതൽ കാണിക്കണമെന്ന് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് നടക്കുമോ എന്നൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായാലും ഈ ഒരു കേസിന് കൂടുതൽ അപ്ഡേഷൻ വരും. അപ്പോൾ ആ ഒരു അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും വരാം.